ഈ രണ്ട് ശബാബുകൾ, ഒന്ന് 2024 നവംബർ 8 വെള്ളി, നേരത്തെ മാലിക് സലഫി ഇവിടെ സൂചിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റിന്റെ ലേഖനം, അത് കേവലം ലേഖനമല്ല. എന്താണ്? സുന്നത്ത് അനുധാവനം അക്ഷരവായനയാകുമ്പോൾ, ഇത്തിബാഉ സുന്ന, സുന്നത്തിനെ പിൻപറ്റുക എന്നത് അക്ഷരവായന ആകുന്നു എന്നാണ് മൂപ്പരുടെ വിമർശനം. അവിടെ അങ്ങനെ ആകാൻ പറ്റൂല. ഇത് സംസ്ഥാന പ്രസിഡന്റാണ്. ശബാബിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിന് സ്വാഗതസംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ രക്ഷാധികാരിയിൽപ്പെട്ട ആൾ അദ്ദേഹം രാജിച്ചു എന്ന് പറയാം. രാജിച്ചു എന്തിനാ? എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഇല്ലാത്തത് എഴുതിപ്പോയി, ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ രാജിക്കുന്നു എന്നാണോ പറഞ്ഞത്? അല്ല. ഞാൻ ഈ ലേഖനം എഴുതിയപ്പോൾ ഒപ്പുള്ള മനുഷ്യന്മാരെ ആക്ഷേപിച്ചു, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ രാജിക്കുകയാണ്. അപ്പം മൂപ്പരുടെ വീക്ഷണപ്രകാരം ഇത് ഹക്കാണ്. ഈ ലേഖനം സത്യമാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ആ സത്യം എഴുതിയത് കൂടെയുള്ള മനുഷ്യന്മാർ ചോദ്യം ചെയ്തു. അപ്പൊ എന്താ മനസ്സിലാണത്? മർക്കസ് ദഅവയിൽ ഉണ്ട് ഹദീസിനെ സ്നേഹിക്കുന്ന കുറച്ചാൾ ബാക്കി. ഹദീസിനെ സ്നേഹിക്കുന്നവർ കുറച്ചൊക്കെ ബാക്കിയുണ്ട്. ആ ചോദ്യം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അതാണ് വേണ്ടത്. അല്ല ഞങ്ങളിപ്പോൾ ഞങ്ങൾ ജയിച്ചു, നിങ്ങൾ സമ്മതിച്ചു അതൊന്നും പറയാൻ പോകുന്നില്ല. ഇതാണ് സഹോദരങ്ങളെ വേണ്ടത്. ഹദീസിനെതിരെ സ്വന്തം പ്രസിദ്ധത്തിൽ വന്നാലും സ്വന്തം പ്രസിഡന്റ് എഴുതിയാലും അത് ശരിയല്ലെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം വേണം. അത് അള്ളാഹുവിന്റെ കിതാബിനോട് റസൂലിന്റെ സുന്നത്തിലുള്ള നമ്മുടെ നസീഹത്തിന്റെ ഭാഗമാണ്, വാജിബായ കാര്യമാണ്. ഇദ്ദേഹം പറയാം, ആദ്യം എൻ്റെ ഒരു അനുഭവം പറയട്ടെ, തുടക്കണം ലേഖനം ആരംഭിക്കുന്നത്. അതെന്താ? കുറേ മുമ്പ് ഒരു ഭക്ഷണ സദസ്സിൽ ഞാൻ ഇടത്തെ കൈ കൊണ്ട് ഗ്ലാസ് പിടിച്ച് കുറച്ച് വെള്ളം കുടിച്ചു. ആര്? സംസ്ഥാന പ്രസിഡന്റ് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചു. എൻ്റെ അടുത്തിരുന്ന വ്യക്തി അല്പം നീരസത്തോടെ ചോദിച്ചു, ഇടത്തെ കൈ കൊണ്ടാണോ വെള്ളം കുടിക്കുന്നത്? വലത് കൈ കൊണ്ട് കുടിക്കുന്നതിന്റെ സുന്നത്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ മറുപടി പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ്: വലത് കൈ കൊണ്ട് തിന്നലും കുടിക്കലുമെല്ലാം സുന്നത്ത് തന്നെ. പക്ഷേ ചോറും കറിയും മത്സ്യ മാംസാദികളും മറ്റും ഒന്നിച്ച് കുഴച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ എൻ്റെ വലത് കൈയിൽ പുരണ്ട് കിടക്കുന്നത് കൊണ്ടാണ് വൃത്തിയുള്ള മറ്റേ കൈ കൊണ്ട് വെള്ളം കുടിച്ചത്. വൃത്തിയും ശുദ്ധിയും ഈമാന്റെ പകുതിയാണെന്നല്ലേ പ്രവാചകൻ പറയുന്നത്. അപ്പം എന്താ പറഞ്ഞത്? ഈ കൈ വൃത്തികേടായിട്ടുണ്ട്. അപ്പം ഇസ്ലാമിലെ അധ്യാപനം വൃത്തി ഈമാന്റെ പകുതിയാ, അതുകൊണ്ട് എടുത്ത കൈ വെള്ളം കുടിച്ചതാണ്. എന്നിട്ട് പറയപ്പോൾ 82 വയസ്സായി, എനിക്ക് പറഞ്ഞ് വയ്യാ. 82 വയസ്സിൽ അതിശേഷിക്കാൻ ആവശ്യമുണ്ടോ? 82 വയസ്സിൽ പരലോകത്തേക്കുള്ള ചിന്ത കുറച്ചുകൂടി കൂട്ടാന്നല്ലാതെ. അപ്പം എട്ടകളെ കുറിച്ച് അത് ന്യായം പറയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാം, കഴിഞ്ഞില്ല, മറുപടി മറ്റാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പിന്നെ പറയിക്കോട്ടെ, അതെന്തെങ്കിലായിക്കോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയാം, ദൈവികമായ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ, ആയത്തുകൾ പോലും അവയുടെ യഥാർത്ഥ ഉദ്ദേശവും പൊരുളും അറിയാതെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യരുത് എന്നാണ് ദൈവകൽപ്പന. ഖുർആന്റെ ആയത്താണെങ്കിൽ പോലും അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ ശേഷം വരുന്നുണ്ട് അതിലേക്ക്, അത് പറയാം. എന്നിട്ട് കഴിഞ്ഞില്ല, അദ്ദേഹം വീണ്ടും പറയുന്നു, പിന്നീട് സ്ത്രീകളെ വേഷമാണ് ഇതിന് ചർച്ച ചെയ്യുന്നത്. കൂട്ടുകാരികളോടൊപ്പം കളിച്ചടക്കേണ്ട പ്രായത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണം എന്ന പേരിൽ അവരെ ഇങ്ങനെ വേഷം കെട്ടിക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളുടെ അക്ഷരവായന തന്നെയാണ്. ചെറിയ പെൺകുട്ടിക്ക് ഇസ്ലാമിക വേഷം കെട്ടിക്കുന്നത് പറ്റൂല, അത് സുന്നത്തിന്റെ അക്ഷരവായനയാണ്. എന്നിട്ടോ അങ്ങനെ ചെയ്യുന്നത് പെൺകുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിക വേഷം പരിശീലിപ്പിക്കാനാണ് എന്ന് പറഞ്ഞേക്കാം. അതിനുള്ള മറുപടി, കാര്യം മനസ്സിലാക്കാതെയുള്ള പരിശീലനം ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടാക്കുകയില്ല എന്നാണ്. ഇസ്ലാമിക നിയമങ്ങളുടെ അർത്ഥവും ലക്ഷ്യവും ഗ്രഹിക്കാൻ കഴിയുന്ന പ്രായത്തിൽ പോരെ പരിശീലനം. ഇപ്പൊ ചെറുപ്പത്തിൽ ഒന്നും പരിശീലിപ്പിക്കണ്ട, ചെറിയ പ്രായത്തിൽ ഒന്നും പരിശീലിപ്പിക്കണ്ട. നിങ്ങളെ മദ്രസ 10ാം ക്ലാസ് തുടങ്ങുന്നത് 1ാം ക്ലാസ് അല്ലേ? 10ാം ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ ഒന്നും പരിശീലിപ്പിക്കണ്ട. 87 ഹദീസ് ഈ വിഷയത്തിലുണ്ട്, അത് മുഴുവൻ തള്ളിയപ്പോൾ. ഈ ഒറ്റ വിഷയത്തിൽ ചെറുപ്പത്തിന് മതനിയമങ്ങളെ പരിശീലിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന 87 ഹദീസുകളാണ് ഒറ്റ വാക്കിൽ ഇവിടെ ഔട്ടായി പോയത്. കഴിഞ്ഞില്ല, പുരുഷന്മാർ താടി വളർത്തണമെന്നും മീശ വെട്ടണമെന്നുമുള്ള സുന്നത്ത് വിശദീകരിച്ചുകൊണ്ട് താടി തൊടാൻ പാടില്ലെന്ന് ചില പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. താടി എത്ര വളർന്ന് വലുതായി വികൃതമായി മാറിയാലും അത് വൃത്തിയാക്കാതെ അങ്ങനെ തന്നെ നിലനിർത്താൻ അനുയായികളെ പ്രേരിപ്പിക്കുക വഴി വൃത്തിയും വെടിപ്പും ഈമാന്റെ പകുതിയാണെന്ന പ്രവാചക വചനത്തെ നിഷേധിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. അപ്പൊ താടി നീട്ടി വളർത്തിയാൽ സുന്നത്തിനെ നിഷേധിക്കുകയാണ്. കാരണം എന്താ? വെടിപ്പും വൃത്തിയും വേണമെന്ന് സുന്നത്താണ്. അതില്ല, നീണ്ട് വികൃതാവൂല, താടി വികൃതാവൂല. അത് താടി ഉണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിലാളുകൾക്കറിയാം. അപ്പൊ താടി നീട്ടി വളർത്തി എത്ര ഹദീസാണുള്ളത്? തുടങ്ങി എത്ര ഹദീസുകൾ, ഏതാണ്ട് 100ഓളം ഹദീസുകൾ ആ വിഷയത്തിൽ മാത്രം വന്നിട്ടുണ്ട്. അതിനെ മുഴുവൻ കൊച്ചാക്കുന്നു. പിന്നെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നവർ വിടവ് വരാതെ അണി ഒപ്പിച്ച് അടുത്ത് നിന്ന് നിസ്കരിക്കണമെന്നത് സുന്നത്താണ്. ഇതേക്കുറിച്ച് ഇമാമുകൾ തങ്ങളെ തുടർന്ന് നിസ്കരിക്കുന്നവരെ തുടക്കത്തിൽ ഉണർത്താറുമുണ്ട്. എന്നാൽ പ്രവാചക നിർദ്ദേശത്തെ അക്ഷരവായന നടത്തിക്കൊണ്ട് നമസ്കാരത്തിന്റെ അണികളിൽ വിടവുണ്ടായാൽ അതിലൂടെ പിശാച് പ്രവേശിക്കാതിരിക്കാൻ അടുത്തുനിന്ന് നമസ്കരിക്കുന്നവരുടെ കാൽപാദത്തിൽ സ്വന്തം പദം ഉരസി നിർത്തി പ്രയാസം സൃഷ്ടിക്കുന്ന തീവ്രഭക്തന്മാരെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ സ്വഫ് അടുപ്പിച്ചെന്നാൽ തീവ്രഭക്തന്മാരാണ്. ഗ്യാപ്പുണ്ടായ പിശാച് കയറുമെന്ന് പറഞ്ഞാൽ അക്ഷരവായനയാണ്. സ്വഹാബികളൊക്കെ സ്വഫിട്ടിലെങ്ങനെയാ? അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോൾ
മദീനക്കാർ പറഞ്ഞു, നിങ്ങൾ നബിൻ്റെ കൂടെയും 4 ഖലീഫമാരെ കൂടെ നിസ്കരിച്ച ആളാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ നിസ്കാരമൊക്കെ ഒന്ന് നോക്കി വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒക്കെ നിരീക്ഷിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ അൻകത്തുക്കും ശൈആ, ഞാൻ നിങ്ങളിൽ തെറ്റൊന്നും കാണുന്നില്ല, ഇല്ല അന്നക്കും ലാ തതിമ്മൂന സുഫൂഫ്, സ്വഫ് പൂർത്തിയാക്കുന്നില്ല എന്ന കുഴപ്പമുണ്ട്. അക്കാലത്താ പറഞ്ഞത്, താബിഈങ്ങളായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ സ്വഫ് കിട്ടിയത് ഹത്താ ഇന്ന അഹദനാ ലയുസ്രിഖു ഖദമഹു ബിഖദമി സ്വഹിബിഹി വമൻകിബഹു ബിമൻകിബിഹി വഫീ റിവായ വകഅബഹു ബികഅബിഹി, ഞങ്ങൾ സ്വഫ് കിട്ടിയത് ഞങ്ങളുടെ കാൽപാദം അടുത്താണ് കാൽപാദവുമായി ഒട്ടിച്ചേർത്തുകൊണ്ടാണ്, നെരിയാണിയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്, ചുമലുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, ഞങ്ങളന്ന് അങ്ങനെ സ്വഫ് കെട്ടി, ഞാനെങ്ങാൻ നിങ്ങളെ പിടിച്ച് ഇന്ന് അങ്ങനെ സ്വഫ് നിർത്തിയാൽ നിങ്ങൾ വെറുപ്പ് കാണിക്കും, നിങ്ങൾ മോട്ട് കാണിക്കും, മോട്ട് കാണിക്കുന്ന ഒരു കുതിരയെപ്പോലെ നിങ്ങൾ കുറുമ്പ് കാണിക്കുമെന്നാണ് അനസ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞു കൊടുത്തത്. എന്നിട്ടാ പറഞ്ഞ സ്വഫ് അടുപ്പിച്ചെന്നാൽ അത് അക്ഷരവായനയാണ്, അത് പറ്റൂല. ഇനിയോ കഴിഞ്ഞില്ല, അദ്ദേഹം പിന്നെയും പറയാം മറ്റൊരു വിഷയം, രോഗികളെയും മരണാസന്നരെയും മരണപ്പെട്ടവരുടെ ബന്ധുക്കളെയും സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പുണ്യകരമായ സുന്നത്താണ്. രോഗിനെ സന്ദർശിക്കുക, മരിച്ചോടത്ത് മയ്യത്തിൻ്റെ അടുത്ത് പോവുക, മരിച്ചവന്റെ ബന്ധുക്കളെ സമാധാനിപ്പിക്കുക, ഇതൊക്കെ സുന്നത്താണ്. എന്നാൽ പലരും അങ്ങനെ ചെയ്യുന്നത് രോഗികളെയോ മരണ വീട്ടുകാരെയോ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഏറെ തങ്ങൾക്ക് ആ സുന്നത്ത് അനുഷ്ഠിച്ചതിൻ്റെ പേര് അള്ളാഹുവിൽ നിന്ന് ഉള്ള കൂലി കിട്ടണമെന്ന സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് അങ്ങനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെല്ലാം ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ചിലരെങ്കിലും അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാർത്ഥമായ ഈ കൂലി മോഹം ഈ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പല സൽക്കർമ്മങ്ങളുടെയും സൽഫലങ്ങളെ ഇല്ലാതാക്കും. എന്താ പറഞ്ഞത്, കൂലിട്ടാൻ വേണ്ടിയാ പലരും പോണത്, അത് ശരിയല്ല. പിന്നെന്തിനാ പോണത്? രോഗിനെ സന്ദർശിച്ചാൽ എത്രയേ കൂലി, മലക്ക് പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയില്ല. ആ കൂലിട്ടാൻ വേണ്ടി രോഗിയെ കാണാൻ പോയാൽ അത് സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത കൊണ്ട് ഇതിന്റെ ഫലം നഷ്ടപ്പെടുന്നു. ഇനി രോഗി സന്ദർശനത്തിന് മാത്രമല്ല, പല കർമ്മത്തിനും കണ്ടോ, രോഗി സന്ദർശനം മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പല സൽക്കർമ്മങ്ങളുടെയും സൽഫലങ്ങളെ ഇല്ലാതാക്കും ഏത്, ഈ കൂലിമോഹം. അപ്പൊ കൂലി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്താൽ ആ സൽക്കർമ്മത്തിന്റെ സൽഫലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കൂലിട്ടാൻ വേണ്ടി ചെയ്യേണ്ട. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, എത്ര ഹദീസായത് വന്നത്, ഒറ്റ ലേഖനത്തിലാണ് ഇതൊക്കെ. ഇനി കഴിഞ്ഞില്ല, നബി ഞങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്, ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പോയി, നിസ്കരിക്കാൻ ഒരാൾ ബാങ്ക് കൊടുക്കാൻ പറയാ, ഒരാൾ കാമത്ത് വിളിക്കാൻ പറയാ, എന്നിട്ട് പള്ളിക്ക് വരാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് പോലെ വീട്ടിൽ ചെന്നിട്ട് വീടൊന്നാകെ ചുട്ട് ചാമ്പലാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് കൽപ്പിച്ചില്ല. അത് ജമാഅത്തിന്റെ പ്രാധാന്യം പറയാണ്. ഈ ഹദീസ് വെച്ച് പറയാം, ഇതെങ്ങാനും ഒരു പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ എന്തൊരു ഇടകാറായിരിക്കും നമുക്കുണ്ടാവുക. കാരണം എല്ലാവരും പരി കത്തിക്കൂലേ മുമ്പ് ജമാഅത്തിന് പോലെ, അതുകൊണ്ടാണ് ഈ ഹദീസ് പ്രാവർത്തിക നമുക്കൊരു വിചാരമുണ്ടോ? സഹോദരന്മാരെ, കഴിഞ്ഞില്ല, ഹദീസുകളിൽ തർഗീബിന് വേണ്ടിയും തർഹീബിന് വേണ്ടിയും ഉള്ളതും ഉണ്ട്. തർഗീബ് എന്നാൽ ആഗ്രഹം ജനിപ്പിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കൽ അഥവാ പ്രോത്സാഹനം. തർഗീബ് എന്നാൽ പേടിപ്പിച്ച് പാപങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കൽ അഥവാ നിരുത്സാഹനം. പുണ്യകർമ്മങ്ങളുടെ മഹത്വവും പാപകൃത്യങ്ങളുടെ ഗൗരവ സ്വഭാവവും വ്യക്തമാക്കുന്നതാണ് ഹദീസുകളിൽ പലതും. ഈ തത്വം മനസ്സിലാക്കാതെ ഹദീസുകളെല്ലാം അക്ഷരാർത്ഥത്തിൽ എടുത്ത് പ്രവർത്തിച്ചാൽ അത് അപകടങ്ങളിലേക്കാണ് നയിക്കുക. എല്ലാ ഹദീസും അമൽ ചെയ്താൽ വലിയ അപകടത്തിലേക്ക് എത്തുന്നതാണ് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ കഴിഞ്ഞ ഗണത്തിന് ശേഷം എഴുതിയ ലേഖനം. അപ്പം 3750 ഏതാണ്ട് 500ഓളം ഹദീസ് ഇപ്പോൾ ഇതിൽ തന്നെ പോയി 500ഓളം ഹദീസ് ആയത്തും പോയി. ഈ തൊട്ട് മുമ്പത്തെ ലക്കത്തിൽ മറ്റൊരു ലേഖനം ഒക്ടോബർ 25 വെള്ളി, ആ ശബാബില് മൊയ്തീൻ സുല്ലമി കുഴിപ്പുറം എന്ന് പറയുന്ന ഒരു മർക്കസ് പണ്ഡിതന്റെ ലേഖനമുണ്ട്. അജവാകാരക്കയും വിഷബാധയും എന്നാണ് വിഷയം. നേരത്തെ മൈസൂരിലെ ഒരു ഭാഗം പറഞ്ഞു. അതിൽ അദ്ദേഹം പറയാണ്, എന്ത് നിശ്ചയം അജവാകാരക്ക സ്വർഗത്തിലെ പഴത്തിൽപ്പെട്ടതാണ്. ഇമാം അഹ്മദ് മുസ്നദ്. ഈ റിപ്പോർട്ട് നാസറുദ്ദീൻ അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ടെങ്കിലും ഹദീസ് വിധാനശാസ്ത്രപ്രകാരം സ്വഹീഹല്ല. അൽബാനി സ്വഹീഹ പറഞ്ഞിട്ട് പക്ഷേ മൊയ്തീൻ സുല്ലമി അത് വഴീഫാക്കിയിട്ടുണ്ട്. അൽബാനിക്ക് ഇപ്പം തന്നെ സ്വഹീഹാക്കിക്കൂടെ, നമുക്ക് വഴീഫാക്കാലോ. കഴിഞ്ഞില്ല, ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാർ നിർമ്മിതമോ ദുർബലമോ ആക്കിയ പല ഹദീസുകളെയും അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്. ഒന്നുപോലുമില്ല. അത് അദ്ദേഹത്തിന്റെ വക അടിച്ചുവിടാണ്. ഈ ഹദീസ് ഷാദും ഖുർആൻ വിരുദ്ധവുമാണ്. ഏത് അജബകാരൊക്കെ സ്വർഗത്തിൽ നിന്നതാണ് എന്ന ഹദീസുണ്ട്, സ്വഹീഹാണ്. ആ ഹദീസ് ഖുർആൻ എതിരാണ്. എന്നെ ഖുർആൻ എതിരായത് അറിയോ? സ്വർഗത്തിലെ ഒരു വിഭവവും ദുനിയാവിൽ കാണുന്നതല്ല എന്നാണ് അല്ലാഹു റസൂലും പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലൊന്നും ദുനിയാവിന് കാണാൻ പറ്റൂല. അപ്പൊ അജബകാരൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പൊ ഇത് സ്വർഗത്തിൽ വന്നാലോ? ആ പറഞ്ഞെതിരായി ആണ് ഖുർആൻ എതിരാണ്. അപ്പൊ നബി സ്വർഗം കണ്ടക്കണോ? ആ നബിയെ ദുനിയാവ് കണ്ടക്കണോ? അപ്പൊ പ്രശ്നമാണ്. നബി സ്വർഗം കണ്ടിട്ടുണ്ട്, ജിബീൽ സ്വർഗം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഹദീസൊക്കെ തള്ളേണ്ടി വരും. സഹോദരങ്ങളെ, അവസാനം പറയാം, സ്വർഗത്തിലെ വിഭവം ദുനിയാവിൽ ഭക്ഷിക്കുന്ന പക്ഷം സ്വർഗത്തിലെ വിഭവങ്ങളുടെ പ്രാധാന്യം കുറയും. സ്വർഗത്തിലെ വിഭവം ദുനിയാവ് കിട്ടിയാൽ പിന്നെ സ്വർഗത്തിന്റെ പ്രാധാന്യം കുറയും.
അജ്ബാകാലക്കൽ ഹദീസ് ദീനുമായി ബന്ധപ്പെടുന്നതല്ല. അജ്ബാകാലക്കൽ ഹദീസ് ദീനല്ല, അത് ദീന്റെ ഭാഗമല്ല. പിന്നെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരീക്ഷണം നടത്തി പറഞ്ഞതും പൂർവിക വൈദ്യശാസ്ത്ര പണ്ഡിതന്മാരിൽ ഉദ്ധരിച്ചതും ഹദീസുകളായി വന്നിട്ടുണ്ട്. അത് നബി ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി പറഞ്ഞതാണ്, അല്ലാതെ ദീന്റെ ഭാഗമായി പറഞ്ഞതൊന്നുമല്ല. അള്ളാഹു റസൂലിന്റെ പേരിൽ പോലും ഇത്ര ഗൗരവമായ വാക്ക്. മാത്രമല്ല, മൂപ്പർക്ക് വേറൊന്നുണ്ട്. അജ്ബാകാലൊക്കെ കൊണ്ട് സിഹിറിന്റെ ഫലം ഇല്ലാതാവുന്നാണോ? അജ്ബ കഴിച്ചാൽ സുമ്മും സിഹിറും ഏൽക്കൂലാണ്. ചില പ്രത്യേക തരം വിഷമാണ് സുമ്മ്, എല്ലാ വിഷമല്ല. സുമ്മ ഏൽക്കൂല, സിഹിറും ഏൽക്കൂല. അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ സിഹിർ ഏൽക്കൂല എന്ന് ഖുർആനെതിരാണ്. അതെങ്ങനെ? അത് അദ്ദേഹം പറഞ്ഞത് അജ്ബാകാലൊക്കെ കൊണ്ട് സിഹിറിന്റെ ഫലം ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആന് വിരുദ്ധമാണ്. കാരണം സിഹിർ ഫലിപ്പിക്കുന്നത് പിശാച്ചാണെന്നാണ്. അത് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട എന്താണ്? സിഹിർ ഫലിക്കുന്നത് ശൈത്താനെ കൊണ്ടാണ്. ഇനി ഇബ്നു ഹജർ പറയുന്നു, തീർച്ചയായും സിഹിർ പിശാചിന്റെ സഹായം കൊണ്ട് മാത്രമേ പൂർത്തീകരിക്കാനാകൂ. ഫത്ഹുൽ ബാരി. അപ്പോൾ അത് ഖുർആൻ ആശയാണ്. ഏത് സിഹിർ ശൈത്താനെ കൊണ്ടാണ്, അത് വളരെ പൊളിഞ്ഞു. ഓലാസിൽ എന്താ? സിഹിർ ശൈത്താനെ പറഞ്ഞാൽ മുസ്ലിക്കാവുന്നതാണ്. ഇപ്പൊ ഈ ഹദീസ് തള്ളാൻ വേണ്ടി പറയുന്നത് ഖുർആനെതിരാണ് ഹദീസ്. കാരണം സിഹിർ ശൈത്താനെ കൊണ്ടാണ് പൂർത്തിയാവുക. പിശാചിന്റെ ശർറ് തടുക്കാൻ ഖുർആൻ കൊണ്ട് മാത്രമേ സാധിക്കൂ. ആയത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാലക്കെന്ന ശൈത്താൻ പോകൂല. അപ്പൊ ഖുർആനെതിരായി. അപ്പൊ സിഹിർ ആരാണ് ഇടപെടുന്നത്? ശൈത്താനാണ്. അപ്പൊ സിഹിർ ഇടപെടുന്നത് ശൈത്താനാണ് വന്നില്ലേ? ഈ ഹദീസ് തള്ളാൻ വേണ്ടി പറഞ്ഞ, പക്ഷെ അപ്പുറത്ത് തിരിച്ചടിച്ചത് ആലോചിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഈ 2 ലക്കം കൊണ്ട് മാത്രം എത്ര ആയത്തും എത്ര ഹദീസുമാണ് പുതിയതായി നിരാകരിച്ചത്? എവിടേക്കാണ് ഈ പോക്ക്? ഇതൊരു നിസ്സാരമായ വിഷയമല്ല. ഇത് സംഘടനാപരമായ ഏറ്റുമുട്ടലല്ല. ഇത് മറുപടിക്ക് മറുപടി പറഞ്ഞ് എണ്ണം കൂട്ടി പോകേണ്ടതല്ല. നേരെ മറിച്ച് വലിയ അപകടത്തിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അത് പ്രസിഡന്റ് രാജിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. രാജിച്ചാൽ പോരാ, രാജിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ലേഖനം എഴുതി ഇത് അംഗീകരിക്കുകയും ഇത് മർക്കസ് സാഹിബിനെ ആളുകൾ ചോദ്യം ചെയ്തതിനാണ് മൂപ്പർ രാജിച്ചത്. അല്ലാതെ ഇങ്ങനെ അബദ്ധം പറ്റി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ ആ പ്രസ്ഥാനത്തിന് ഒഴിവാകുന്നു എന്നല്ല പറഞ്ഞത്. സഹോദരങ്ങളെ, വലിയ അപകടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. ഈ ഒറ്റ ലേഖനത്തിൽ മാത്രം എത്ര വിഷയങ്ങൾ വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നതിനെ അദ്ദേഹം ചെറുതായി കാണിച്ചു. സുഫ് അതിന്റെ പ്രാധാന്യത്തെ കുറച്ചു. നിക്കാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അദ്ദേഹം അവർ തിരസ്കരിച്ചു. അജ്ബാകാലൊക്കെ ആക്ഷേപിച്ചു. താടി സമൃദ്ധമാക്കലിനെ കൊച്ചാക്കി. മക്കളെ ചെറുപ്പത്തിൽ തന്നെ അതബുകൾ പരിശീലിപ്പിക്കണമെന്നത്, മുൻകൈയും മുഖവും ഒഴിവാക്കണം. വേറെ വാക്കാണ്. അത് നിക്കാബ് ഇടണം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു വിഷയമുണ്ട്. ഇതാ, അതെന്താ? നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇതാ, അക്കൂട്ടർ തന്നെയാണ് സ്ത്രീകളെ 2 കണ്ണുകൾ മാത്രം ഒടിച്ച് ശരീരഭാഗങ്ങൾ മുഴുവൻ കറുത്ത വസ്ത്രം കൊണ്ട് മൂടി വികൃത രൂപത്തിൽ നടത്തുന്നത്. ഇത് സ്ത്രീകൾ ശരീരം മറക്കുമ്പോൾ മുൻകൈയും മുഖവും ഒഴിവാക്കാമെന്ന പ്രവാചകന്റെ അനുശാസനത്തെ ലംഘിച്ചുകൊണ്ട് സുന്നത്ത് നിഷേധിക്കലല്ലേ? നബിതങ്ങൾ ഇവിടെ പറഞ്ഞത് മുൻകൈയും മുഖവും ഒഴിവാക്കണം. സ്ത്രീകൾ വേഷം ധരിക്കുമ്പോൾ മുൻകൈയും മുഖവും ഒഴിവാക്കണം എന്ന് നബിതങ്ങൾ എവിടെ പറഞ്ഞു? നബിന്റെ പേര് ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കുക. അപ്പൊ ആ ഹദീസ് നിഷേധിക്കലാണ് ഈ ഹദീസ് എടുത്താൽ. ഏത്? ഉള്ള ഹദീസ് എടുത്താൽ ഇല്ലാത്ത ഹദീസ് നിഷേധിക്കലാണ് മൂപ്പരെ കണ്ടുപിടുത്തം. സഹോദരങ്ങളെ, അസുരി പിഴച്ചിട്ടുണ്ട്, അടിസ്ഥാനം പിഴച്ചിട്ടുണ്ട്. എന്താണോ അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്ന രീതി, ആ രീതിയിൽ നിന്ന് ബഹുദൂരം പിറകോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. ഇത് അഹ്ലുസുന്നയുടെ പാരമ്പര്യമല്ല, ഇത് മുഅ്തസിലി പാരമ്പര്യമാണ്. ഈ നിഷേധങ്ങൾ മുഅ്തസിലി പാരമ്പര്യമാണ്. കഴിഞ്ഞ ഭാഷകൾ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു പ്രയാസം. മുഅ്തസിലിയൊക്കെ പറയുമ്പോൾ അതെന്താങ്ങൾ പിന്നെ വ്യക്തിഹത്യല്ലേ, അത് ആക്ഷേപല്ലേ, അറബി പറഞ്ഞ ആക്ഷേപമല്ല. അതൊക്കെ ഇത് ആക്ഷേപിച്ചതല്ല. നിങ്ങൾ മുഅ്തസിലിയാണ് എന്നല്ല പറയുന്നത്. മുഅ്തസിലിയാക്കാൻ അതേ അസുലാണ്, അതേ പാരമ്പര്യമാണ് ഇതിൽ. അത് നിങ്ങളും സമ്മതിക്കുന്നുണ്ട്. അലി മദനി തന്നെ പറയട്ടെ, ഇതിന് അവർക്ക് ആരാണ് ഇതിന് മുൻഗാമി ഉള്ളത്? അദ്ദേഹം പറഞ്ഞോട്ടെ. ജസാസിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ വേറെ ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം ജസാസ് അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. അബൂബക്കർ ജസാസ് അദ്ദേഹം ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്. ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അദ്ദേഹം സിഹറുമായി ബന്ധപ്പെട്ട ഹദീസിനെ വിശകലനം നടത്തിയിട്ട് എഴുതിയിട്ടുള്ളതാണിത്. വളരെ കൃത്യമാണ്. ഖുർആനിനെതിരാണ്. ഹദീസിലുള്ള വൈരുദ്ധ്യങ്ങൾ, പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ച് മുൻകാല പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും പണ്ഡിതന്മാർ ഇത്തരത്തിൽ ഈ ഹദീസിനെ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അബൂബക്കർ അസബിനെ പോലെയുള്ള ആളുകൾ ഈ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് അത് വ്യാജമാണ്, ഖുർആനിനെതിരാണ്, പോരായ്മ. അപ്പൊ കണ്ടു, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാളെ പേര് 2 മുഅ്തസിലിയാക്കളാ. 2 പേരെ പറഞ്ഞ്, ഒന്ന് അബൂബക്കർ അസമ്മ്, മറ്റേ അബൂബക്കർ ജസ്വാസ്. അബൂബക്കർ അസമ്മാര ഷെയ്ഖുൽ മുഅ്തസിലാണ്. മുഅ്തസിലിയാക്കളുടെ വലിയ നേതാവ് അബൂബക്കർ അസമ്മ്. അല്ല, മൂപ്പര് പറഞ്ഞത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തപ്പിട്ട് കിട്ടണ്ടേ? ആ കിട്ടി 2 പേരാ 2 മുഅ്തസിലി ആശയമുള്ളവരാണ്. ഒന്ന് തനിച്ച മുഅ്തസിലി, അല്ല അബൂബക്കർ അസമ്മ്. അഹ്ലുസുന്ന അദ്ദേഹത്തിന് ഒരുപാട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ മുഅ്തസില, മുഅ്തസിലിയാക്കളുടെ ഷെയ്ഖായി അറിയപ്പെട്ട അബൂബക്കർ അസമ്മ്. അതാണ് ഓർക്കുന്ന ഒരു പാരമ്പര്യം അതിനെ വായിച്ചത്.
ജസ്വാസ് ഹനഫി പണ്ഡിതനാണ്, ഫിഖഹിൽ ഹനഫി മദ്ഹബിലാണ്. എന്നാൽ വിശ്വാസരംഗത്ത് പല വിഷയത്തിലും മുഅ്തസിലി നിലപാട് സ്വീകരിച്ചവരാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആൻ തഫ്സീറൊക്കെ അതിൽ പല രംഗത്തും മുഅ്തസിലി നിലപാട് സ്വീകരിച്ചതുകൊണ്ട് വിമർശിക്കപ്പെട്ട പണ്ഡിതനാണ് അബൂബക്കർ ജസ്വാസ്. അപ്പോൾ ആകെ പറഞ്ഞ രണ്ടാള് രണ്ടും മുഅ്തസിലി നിലപാട് പറഞ്ഞവരാണ്. ഇതേ ഉള്ളൂ പറയാൻ, അല്ലാത്ത പറയാൻ കഴിയില്ല. ഇമാം ബുഖാരിയെ തള്ളിയിട്ട്, ഇമാം മുസ്ലിമെ തള്ളിയിട്ട്, ഇമാം അഹ്മദിനെ തള്ളിയിട്ട്, ഇബ്നു തൈമിയെ തള്ളിയിട്ട്, ഇബ്നു ഖയ്യിമിനെ തള്ളിയിട്ട്, ഇബ്നു കസീറിനെ തള്ളിയിട്ട്, ലോകത്ത് വന്ന അഹ്ലുസുന്നയുടെ നേതാക്കന്മാരെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് അവസാനം രണ്ട് പൂർവികന്മാരെ വായിക്കാൻ കിട്ടിയതാ മുഅ്തസിലി ചിന്താഗതിയുള്ളവരെ. ഞങ്ങൾ പറഞ്ഞത് ഇത് അഹ്ലുസുന്നയുടെ പാരമ്പര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അഹ്ലുസുന്നയുടെ പാരമ്പര്യമില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും പാരമ്പര്യമില്ല. കാരണം പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല. ഇനി സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ നിഷേധങ്ങളൊക്കെ കടന്നു വന്നു? കാരണം മറ്റൊന്നുമല്ല, ഇതെല്ലാം കാരണം മൻഹജിനെ പരിഹസിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്തതാകുന്നു. അതാണ് അസ്ലി, മറ്റൊന്നല്ല. മൻഹജ് വിട്ടു. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമാകുന്ന പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളെ സ്വീകരിക്കാൻ മൻഹജു സലഫു സ്വാലിഹീങ്ങളുടെ രീതിശാസ്ത്ര പ്രകാരമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ നിലപാട് നിങ്ങൾ തള്ളിക്കളഞ്ഞു. അതതിനൊക്കെ കാരണം. ഒരു ആയത്തോല അവനാൻ്റെ വക അർത്ഥം വെക്കുക, ഒരു ഹദീസ് പറയുക തൻ്റെ വക വിശദീകരിക്കുക, തനിക്ക് പറ്റൂരെ തള്ളിക്കളയുക, തനിക്കത് ബുദ്ധിക്ക് എതിരായി തോന്നിയോ അത് ശരിയല്ലെന്ന് പറയുക. ഇത് അഹ്ലുസുന്നയുടെ രീതിയല്ല. അഹ്ലുസുന്നയുടെ രീതിയിൽ നിന്ന് വിട്ടതാണ് ഇതിനെല്ലാം കാരണം. നിങ്ങൾ മൻഹജിനെ ഒരുപാട് പരിഹസിച്ചു. ആ മൻഹജിനെ കുറിച്ച് 5-ാം മദ്ഹബാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, പുതിയ പ്രമാണമാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗൾഫ് ഇറക്കുമതിയാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ മൻഹജിനെ കുറിച്ച് പരിഹസിച്ചുകൊണ്ടാണ് നിങ്ങളുടെ തുടക്കം തന്നെ. ജമിയത്തുൽ ഉലമ 2001 18 തീരുമാനമെടുത്തപ്പോൾ അതിൽപ്പെട്ട തീരുമാനമാണ് മൻഹജ് അംഗീകരിക്കണം എന്നത്. അന്ന് നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ടു അംഗീകരിക്കാമെന്ന്, പുറത്തിറങ്ങിയിട്ട് വീണ്ടും അതിനെ പരിഹസിച്ചു. KM മൗലവി മുതൽ MCC മൗലവി മുതൽ മുൻകാല പണ്ഡിതന്മാരൊക്കെ മൻഹജുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിപ്പിച്ചവരാണ്. കൈവാശം വായിച്ചു നമ്മൾ ആവർത്തിക്കുന്നില്ല. പരപ്പരങ്ങാടി സമ്പാദന വ്യവസ്ഥയിൽ MCC എഴുതിയ മൻഹജ്, അതേപോലെ മുഹമ്മദ് അമാനി മൗലവി ഖുർആൻ പരിഭാഷ ആമുഖത്തിൽ എത്ര വ്യക്തമായിട്ടാണ് മൻഹജുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. ഖുർആൻ തഫ്സീറിൽ കാണാം. അതിന് ആമുഖം ഖുർആൻ വ്യാഖ്യാനിക്കേണ്ട രീതി എന്നത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഖുർആൻ വ്യാഖ്യാനിക്കാൻ എന്തെല്ലാം വേണം. ഒരു വ്യാഖ്യാതാവിന് അറബി ഭാഷാ പരിജ്ഞാനത്തിന് പുറമെ വ്യാകരണം, സാഹിത്യം, അലങ്കാരം ആദിയായ ശാസ്ത്രങ്ങളിലും വിൽപ്പത്തി വേണം. പദങ്ങളുടെയും വാചകങ്ങളുടെയും ഘടനാവിശേഷതകളും അവയിൽ അടങ്ങിയ പ്രത്യേകതകളും മനസ്സിലാക്കുവാൻ ഇത് ആവശ്യമാകുന്നു. സാധാരണ ഉപയോഗത്തിലില്ലാത്ത പദങ്ങളും പ്രയോഗങ്ങളും അർത്ഥവൈവിധ്യം വരുന്ന പദങ്ങളും അറിഞ്ഞിരിക്കണം. ഹദീസ് ഗ്രന്ഥങ്ങൾ പരിചയിക്കുകയും പരിശോധിക്കുകയും വേണം. സ്വഹാബികൾ, താബിഉകൾ തുടങ്ങിയ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ പ്രസ്താവനകളും അഭിപ്രായങ്ങളും ആരായേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആയത്തുകൾ, അവതരണ ഹേതുക്കൾ, അവതരിച്ച സന്ദർഭങ്ങൾ മുതലായവയും അറിഞ്ഞിരിക്കണം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധികൾ മനസ്സിലാക്കുന്നതിന് ഒഴിച്ചുകൂടാത്ത കർമ്മശാസ്ത്ര നിദാനവും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടേ ഖുർആന്റെ ആയത്തിന് അർത്ഥം പറയാൻ പറ്റുള്ളൂ. തോന്നിയ പോലെ എനിക്ക് അറബി ഭാഷ അറിയാം, എനിക്കൊരു PhD ആണ്, ഞാനൊരു പ്രൊഫസറാണ് എന്ന് പറഞ്ഞ് ഖുർആൻ അർത്ഥം വെക്കാൻ പറ്റുമോ? പറ്റൂല. അതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം സഹോദരങ്ങളെ. അതുകൊണ്ട് ആ വിഷയത്തിലും അഹ്ലുസുന്നയുടെ പാരമ്പര്യമില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവുമില്ല എന്ന് വ്യക്തമാകുന്നു.